ഹായ്. ഹലോ. എന്താണ് ടൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ലല്ലോ? ടൂറിന്റെ ഹാങ് ഓവർ ഇങ്ങനെ മാറി വരണല്ലോ. നമ്മള് ഒരാഴ്ചത്തോളം നമ്മള് ടൂറിനെ പറ്റിയിട്ടുള്ള ഏതൊക്കെ ഡ്രസ് എന്തൊക്കെ എവിടെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഹാങ് ഓവർ ഇങ്ങനെ കഴിഞ്ഞു വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ടൂറിന്റെ വീഡിയോസ് കഴിഞ്ഞിട്ടില്ല. പതുക്കെ പതുക്കെ വരും. നിങ്ങൾ ബോറടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ കുറേശ്ശെ ആയിട്ട് വീഡിയോ വരും അല്ലേ? എന്താ പുതിയ വിശേഷങ്ങൾ വല്ലതും? ഇനി വിശേഷം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. നമ്മള് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് ഒരു മാസം 2 മാസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നമ്മള് പുതിയ വീട്ടില് ഹസ്ബൻഡായിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഫസ്റ്റ് ഒരു മാസം കഴിഞ്ഞ് 2ാമത്തെ മാസം എനിക്ക് ചോദിക്കും എനിക്ക് വിശേഷമൊന്നും ആയില്ലേ. അപ്പൊ അത് പിന്നെ എല്ലാരും വിശേഷമൊന്നും ആയില്ലേ നിനക്ക് ആയാ ചോദിക്കും. വിശേഷം ഉണ്ട് എന്ന് പറഞ്ഞാ പറയും എന്തിനാ ഇത്രയും നേരത്തെ മക്കള് ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പൊ എങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞാ അതെന്തപ്പോ നിനക്ക് ആവാത്ത? അല്ല നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണോ? മക്കളെ വേണ്ടാന്നൊന്നും വെക്കണ്ടാട്ടാ, തമ്പുരാൻകാരന്റെ കുട്ടികളെന്നു ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ആ സ്പിരിറ്റ് അങ്ങോട്ട് എടുക്കും. അവസാനം നമ്മള് വിശേഷമാവും, ഗർഭിണിയായി, പിന്നെ തുടങ്ങായി. പക്ഷേ ഞാൻ പറയുന്നത് വിശേഷമായി. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ പലതും ഉണ്ടാവും പലരുടെ കയ്യിലും. പക്ഷെ ഇപ്പൊ ഈ പുതിയ പിള്ളേര് അല്ലെങ്കിൽ നമ്മുടെ കാലമായാലും ഇപ്പൊ ഈ വിശേഷമായ വലിയൊരു തലക്കനവിടെ കയറ്റി വെക്കുന്നല്ലേ. എന്താ ഇങ്ങനെയാ അത് ഇത് പിന്നെ പറഞ്ഞു കൊടുക്കാൻ കുറെ ലോഡ് ആൾക്കാരുണ്ടായിരിക്കും. എന്റെ മോളെ അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ. അപ്പൊ ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ അതിനും ഭേദം. പക്ഷെ ഈ ആദ്യത്തേന് മാത്രം ഇത്ര കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. 2ാമത്തെ 3ാമത്തെ ഒക്കെ ആവുമ്പോ ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവമായിരിക്കും. പിന്നെ ഈ കൊറേ ആൾക്കാരുടെ ഡയലോഗുകളുണ്ട്, നീ കേട്ടിട്ടുണ്ടാ? പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ പ്രസവിച്ചിട്ട് നെല്ല് കുത്തനോടത്തുനിന്ന് വന്ന് പ്രസവിച്ചിട്ട് നെല്ല് കുത്താൻ പോയി എന്നൊക്കെ പറയും. എനിക്ക് തോന്നണില്ല അതൊക്കെ ഒറിജിനലാണോ. ഒരു 3 പ്രസവം എന്റെ കഴിഞ്ഞിട്ടുണ്ട്. നിന്റെ 3 പ്രസവം എന്നെ കഴിഞ്ഞേക്കണ അത്ര സുഖമുള്ള ഏർപ്പാടൊന്നല്ല ഈ ഡെലിവറി എന്ന് പറയണത് അല്ലേ? പക്ഷെ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞെന്താന്ന് വെച്ചാല് അവർക്ക് പിന്നെ ഹെൽത്ത് ഇഷ്യൂ കുറച്ച് കുറവായിരിക്കും. ഡെയിലി നമ്മളെ പോലെയല്ല, ഡെയിലി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഒരു പക്ഷെ അവർക്ക് സംഭവിക്കാം. ഇന്ന് നമ്മുടെ ടീമുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓഫീസ് വർക്കൊക്കെ ആയിരിക്കും. പിന്നെ വേറെ ക്ഷീണായി പിന്നെ കാര്യങ്ങളായി അപ്പോഴേക്കും ബെഡ് റെസ്റ്റ് പറയും. പക്ഷെ എന്നാലും ഇപ്പത്തെ പെൺപിള്ളേരത് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യും, ഭയങ്കര വിഷമിക്കുന്ന കാര്യങ്ങളാണ്. ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് പതറി പോവുക. പിന്നെ രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പറയുന്ന ഡയലോഗുകൾ അങ്ങനെയായിരിക്കും. ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ അത് ചെയ്തിട്ടില്ലേ, ഇതുപോലെ നമ്മൾ അടിച്ചില്ല. പക്ഷെ അങ്ങനെയല്ലാന്ന് എനിക്ക് തോന്നണേ. ഫ്രീ ആയിട്ട് ഗർഭിണികളെ അവരുടെ പാട്ടിന് വിടാം. അവർക്ക് ഉറങ്ങാൻ തോന്നുമ്പോ അവർ ഉറങ്ങട്ടെ, അവർക്ക് നടക്കാൻ തോന്നുമ്പോ അവർ നടക്കട്ടെ, അവർക്ക് എന്താ കഴിക്കാൻ തോന്നിയാൽ കഴിക്കട്ടെ. അത് കഴിക്കുമ്പോ ഇത് കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറെ റൂൾസുകൾ വരും അവരുടെ ലൈഫിൽ. അവരുടെ ആകെ ഒരു ഗർഭിണി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ ശരിക്കും ബ്ലോക്ക് ആക്കണ പോലെ തോന്നണം അല്ലേ? പക്ഷെ മൊത്തം അവിടുന്ന് ഇവിടുന്ന് കുറെ ഉപദേശങ്ങൾ അത് ചെയ്യാൻ പാടില്ല, അരുതുകളാണ് കൂടുതൽ കേൾക്കാൻ കുട്ടി അല്ലേ? ഞാൻ പറയുന്നതേ ഫ്രീ ആയിട്ട് ഇവിടെ എന്തായാലും ആ പെൺകുട്ടിക്ക് കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ളതായിരിക്കും, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് വിടുക. അവരുടെ മൈൻഡിനെ ഒന്ന് ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ ടെൻഷൻ ഗർഭിണികളായി കഴിഞ്ഞാലേ പല കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ടെൻഷനാ വീട്ടുകാരുടെ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, വീട്ടുകാര് ആ ഒരു വ്യക്തി മാത്രമല്ല അവിടെ ജീവനോടെ വരുന്നത്, ഒരു വേറൊരു ജീവനും കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ 2 ജീവനും കൂടി ഒരു കുട്ടി അത് ഉൾക്കൊണ്ട് ജീവിക്കുമ്പോ അതിന്റെ ആ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഹോർമോൺ ചേഞ്ചുകൾ, അതൊക്കെ നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ വന്നത്, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെയാണ് നിനക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നുള്ള ഡയലോഗുകളൊന്നും വേണ്ട. അവര് ഫ്രീ ആയിട്ട് വിടാം. പരമാവധി നമ്മള് ഗർഭിണികളെ നമ്മള് പണ്ടത്തെ കേസ് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എഡ്യൂക്കേഷൻ കൂടിപ്പോയിണ്ടല്ലോ അവർക്ക്. അപ്പൊ അറിയാം ഇങ്ങനെയൊക്കെ. പക്ഷെ ഈ എഡ്യൂക്കേഷൻ ഉള്ള പിള്ളേരെയും നമ്മുടെ പണ്ടത്തെ ആൾക്കാരെ അങ്ങനെയല്ല ഇങ്ങനെയല്ല പേടിപ്പിക്കുക. ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. പണ്ട് നടന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട്. അതേപോലെ ഇപ്പൊ ഈ ഗൾഫില് വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ പറയും, ഗൾഫിലുള്ള പെണ്ണുങ്ങളൊക്കെ പ്രസവിച്ച അപ്പൊ തന്നെ ജോലിക്ക് പോകും, നിനക്കിപ്പോ ഇവിടെ 3 മാസം കിടന്നിട്ടും നിനക്ക് വയ്യായി തന്നെയാണ്.
പക്ഷെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് വേറെയാണ്. അതെ. രണ്ട് ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ അതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഗർഭിണികളുണ്ടെങ്കിൽ ഉണ്ടാവാം, ഇനിയും വരാം. അപ്പൊ അവരെ ഒന്ന് പരിഗണിക്കുക, അവരവരുടെ പാട്ടിന് വിടുക, അവർക്കൊരു ഫ്രീഡം കൊടുക്കുക. അതെ, പിടിച്ചു കെട്ടാതെ ഫ്രീഡം കൊടുക്കുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ അവരിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല സന്തോഷം, നല്ലൊരു സന്തോഷമുള്ള ഒരു തലമുറ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും അല്ലേ? ഇതൊക്കെ നമ്മുടെ ഒരു തോട്ടിൽ വരുന്നതാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ഇടുക. ഓക്കെ, താങ്ക് യു.